എൻ്റെ ചെറുമകൾ ഗ്രാൻഡ് ഡോട്ടർ ദുർഗ ശ്രീനിവാസൻ പാർട്ട് ഓഫ് ദ ക്യാമ്പയിൻ. അപ്പോൾ കഴിഞ്ഞ ആഴ്ചകളിലായിട്ട് അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് മുഴുവനായിട്ട് അബ്സോർവ് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞു. കാരണം അവർക്കെല്ലാം വലിയ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. തീർച്ചയായും കേൾക്കുന്നില്ല ശ്രീനിവാസൻ എന്നുള്ളതാണ്. പിന്നെ വിശേഷിച്ചും റേസിൻ്റെ അതുപോലെയുള്ള പല പ്രെജുഡിസസ് നമ്മുടെ ഡൊണാൾഡ് ട്രംപ് നിലനിർത്തിയിരിക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം തകർക്കുന്ന തരത്തിലാണ്. സാമ്പത്തികമായിട്ടായാലും ഐതിഹാസികമായൊരു വിപ്ലവം തന്നെയാണ് ഇതുണ്ടാക്കുന്നത്. അപ്പോൾ ഒരു മൾട്ടിപ്പിൾ റേസുള്ള ഇന്ത്യൻ വംശജയായ അമ്മ, ആഫ്രിക്കൻ അച്ഛൻ, അങ്ങനെ ഒരുപാട് വൈവിധ്യമാർന്ന ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം തീർച്ചയായും ലെഫ്റ്റിസ്റ്റ് ആണെന്നുള്ള സംശയമൊന്നുമില്ല. പക്ഷേ ഡെമോക്രാറ്റാണ്. വളരെയധികം ട്രംപിന് തലവേദന ഉണ്ടാക്കുന്ന തീരുമാനമാണ്. അദ്ദേഹം അതിനെതിരായിട്ട് എന്ത് ചെയ്യുമെന്ന് നമുക്കറിയില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടില്ല ഈ വിജയം ഒരു സഹായകരമായിരിക്കും എന്ന് തോന്നുന്നു. താങ്ക് യു ശ്രീ ടി.പി. ശ്രീനിവാസൻ. അമേരിക്കയിലെ ന്യൂയോർക്ക് സിറ്റിയുടെ മേയറായി 34 വയസ്സുള്ള സൊഹ്റാൻ മംദാനി എന്ന യുവാവ് അവരോധിതനാകാൻ പോവുകയാണ്. ചരിത്ര വിജയം അദ്ദേഹം നേടുന്നു. ആ വിജയം എന്തുകൊണ്ട് അമേരിക്കയിലെ ഒരു നഗരത്തിൻ്റെ മേയർ തെരഞ്ഞെടുപ്പ് എന്തുകൊണ്ട് ലോകത്ത് ഇത്രമാത്രം വലിയ വാർത്തയായി ആഘോഷിക്കപ്പെടുന്നു എന്ന ചോദ്യം എടുക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ഉള്ളടരുകൾ പരിശോധിക്കേണ്ടി വരുന്നത്. സൊഹ്റാൻ മംദാനി ഇന്ത്യൻ വംശജനായ അമേരിക്കൻ പൗരനാണ്. 7 വർഷം മാത്രമേ അദ്ദേഹം അമേരിക്കൻ പൗരനായി മാറിയിട്ടുള്ളൂ. 7 വർഷം മാത്രം അമേരിക്കൻ പൗരത്വത്തിൻ്റെ പാരമ്പര്യമുള്ള ഒരാൾ ന്യൂയോർക്ക് പോലെയുള്ള ഒരു മഹാനഗരത്തിന്റെ മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു. അദ്ദേഹം ഇന്ത്യൻ വംശജനാണ്, സോഷ്യലിസ്റ്റാണ്, കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുള്ള ആളാണ്, അതിനപ്പുറം ഒരു മുസ്ലിമാണ്. ഇങ്ങനെ ഒരാളെ മത്സരിപ്പിച്ചാൽ, അയാൾ ജയിച്ചാൽ അത് അമേരിക്കയുടെ നാശത്തിനായിരിക്കുമെന്ന് ട്രംപിനെ പോലെയുള്ള ആളുകൾ, ട്രംപ് തന്നെയും ട്രംപിന്റെ ക്യാമ്പും അവിടുത്തെ അതിദേശീയതാവാദികൾ, വലതുപക്ഷവാദികൾ ആഞ്ഞ് നിലവിളിക്കുന്നു. എന്നിട്ട് ഇയാളെ തോൽപ്പിച്ചിട്ടില്ലെങ്കിൽ, ഇയാൾ ജയിച്ചാൽ ന്യൂയോർക്ക് സിറ്റിക്കുള്ള ഫെഡറൽ ഫണ്ട് വെട്ടിക്കുറയ്ക്കും എന്ന് ഭീഷണിപ്പെടുത്തുന്നു. ഈ തരത്തിലുള്ള എല്ലാ ഹേറ്റ് ക്യാമ്പയിനെയും, ഈ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ പോലുള്ള അതിദേശീയതാവാദങ്ങളെ മറികടന്നുകൊണ്ട്, കുടിയേറ്റ വിരുദ്ധതയെ മറികടന്നുകൊണ്ട്, വെറിയെ മറികടന്നുകൊണ്ട് മംദാനി അമേരിക്കയിലെ ന്യൂയോർക്ക് സിറ്റിയുടെ മേയറായി കൂറ്റൻ വിജയം നേടുകയാണ്. 34 വയസ്സ് മാത്രമുള്ള, 7 വർഷം മുൻപ് മാത്രം അമേരിക്കൻ പൗരത്വം എടുത്തിട്ടുള്ള ഒരാൾ. അപ്പോൾ അവിടെയുള്ള പ്രധാനപ്പെട്ട സംഗതികൾ എന്തൊക്കെയാണ്? എന്തുകൊണ്ട് അമേരിക്ക പോലെ ഒരു നാട്ടിൽ ഇസ്ലാം ഫോബിക്കായിട്ടുള്ള മുസ്ലിം വിരുദ്ധമായ ഒരു ആശയത്തിന് ഇപ്പോൾ ഈ സന്ദർഭത്തിൽ വേര് പിടിക്കാൻ കഴിഞ്ഞില്ല? അതൊരു മർമ്മപ്രധാനമായ ചോദ്യമാണ്. അതിനപ്പുറം അമേരിക്കയുടെ വികസനത്തിന് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടുന്ന ട്രംപിൻ്റെ വാദഗതികളെ എന്തുകൊണ്ട് ജനം അവിശ്വസിക്കുന്നു? ഈ 2 പ്രധാനപ്പെട്ട ഘടകങ്ങൾ അവിടെ ഉണ്ട്. നോക്കൂ, ന്യൂയോർക്ക് സിറ്റിയിൽ നിങ്ങൾക്ക് കുറഞ്ഞ വാടകയിൽ വീട്ടിൽ താമസിക്കാൻ അർഹതയുള്ള നിങ്ങളെ ഞാൻ പരിഗണിക്കുമെന്ന് മംദാനി പറയുന്നു. അത് ജനം വിശ്വാസത്തിലെടുക്കുന്നു. കുറഞ്ഞ വാടകയിൽ താമസിക്കാൻ വലിയ പാർപ്പിട സമുച്ചയങ്ങൾ നമുക്കുണ്ടാക്കാം എന്ന് മംദാനി പറയുന്നു. ആ മുദ്രാവാക്യങ്ങളുമായി നൂറുകണക്കിന് ചെറുപ്പക്കാർ, 1 മില്യൺ ആൾക്കാരുടെ വീട്ടിലാണ് പോയി പറഞ്ഞത് മംദാനി വന്നാലേ ജീവിക്കാൻ പറ്റൂ എന്ന്. കുഞ്ഞുങ്ങളുടെ കെയറിങ് നമുക്ക് ഫ്രീ ആക്കണം എന്ന് മംദാനി പറയുന്നു. അത് ഏറ്റെടുക്കാൻ ജനങ്ങളുണ്ടായി. $30 വരുമാനം എന്നത് അമേരിക്കൻ പൗരന്റെ അവകാശമാണ് അടിത്തട്ടുകാരുടെ എന്ന് മംദാനി പറഞ്ഞു. അത് ജനം ഏറ്റെടുത്തു. മറിച്ചുള്ള വാദങ്ങളെ അവർ തള്ളിക്കളഞ്ഞു. എന്ന് മാത്രവുമല്ല, ഈ മുസ്ലിം വിരുദ്ധാശയം ഭീകരമായി അവിടെ കുത്തിച്ചെലുത്താൻ ശ്രമിച്ചു. ഇയാൾ മുസ്ലിമാണ്, കുടിയേറ്റക്കാരനാണ്, അമേരിക്കയ്ക്ക് അപകടമാണ് എന്ന്. അത് പല സമുദായങ്ങൾക്കിടയിൽ വേരുപടർത്താൻ ശ്രമിച്ചു. അപ്പോൾ അവിടെ ഹിന്ദു സമുദായങ്ങൾക്കിടയിൽ ഹിന്ദുസ് ഫോർ മംദാനി എന്നൊരു മൂവ്മെന്റ് ഉണ്ടായി. ജ്യൂസ് ഫോർ മംദാനി, ജൂതർ മംദാനിക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന ഹാഷ്ടാഗുകളുണ്ടായി. അങ്ങനെ എല്ലാ വിഭാഗം മനുഷ്യർക്കിടയിലേക്കും ഇറങ്ങിച്ചെല്ലാൻ കഴിഞ്ഞു. ആത്യന്തികമായി മനുഷ്യരുടെ ജീവിതാശയങ്ങൾ, ജീവിത പ്രതിസന്ധികൾ, ജീവസന്ധാരണ പ്രശ്നങ്ങൾ എന്നിവയിലേക്ക് ഒരു ദിവസം എല്ലാവരും മടങ്ങി വരും. എല്ലാ തരത്തിലുള്ള ഈ പറയുന്ന ദേശീയവാദങ്ങൾക്കും ഈ വിദ്വേഷ പ്രചരണങ്ങൾക്കും ഒക്കെ അപ്പുറം മനുഷ്യർക്ക് അവരുടെ ജീവിത പ്രശ്നങ്ങൾ പ്രധാനമാണ്. ട്രംപ് അമേരിക്കയിൽ വന്നതിന് ശേഷം ഗവൺമെൻറ് മെക്കാനിസത്തിൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ പറഞ്ഞ് പുതിയൊരു വകുപ്പുണ്ടാക്കിയല്ലോ, മസ്കായിരുന്നു അതിൻ്റെ തലപ്പത്ത്. എഫിഷ്യൻസി കൂട്ടാനും ചെലവ് കുറയ്ക്കാനും ചെയ്ത പരിപാടികളിലൊന്നും വ്യാപകമായ ആളുകളെ പിരിച്ചുവിടലായിരുന്നു. അതുണ്ടാക്കിയിട്ടുള്ള തൊഴിൽ നഷ്ടം ഭീകരം. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ട്രഷറി ഫ്രീസ് എന്ന് പറയുന്ന ഏർപ്പാട് എത്രമാത്രം ആൾക്കാരുടെ വരുമാനത്തെ ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കുടിയേറ്റ വിരുദ്ധതയുമായി ബന്ധപ്പെട്ട നയത്തെ ചൊല്ലിയുള്ള തർക്കമാണ്. ധനബില്ല് പാസ്സാക്കുന്നില്ല. അപ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള ഈ സാമ്പത്തിക പിരിമുറുക്കം എത്രയോ മനുഷ്യരുടെ ജീവിതത്തെ ബാധിച്ചു. അപ്പോൾ ട്രംപ്
വലിയ വർത്തമാനം പറയും, അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ. പക്ഷെ നാം അനുഭവിക്കേണ്ടി വരും അടിസ്ഥാന ജീവിത പ്രശ്നങ്ങളെന്ന് മനസ്സിലാക്കിയ ജനങ്ങളാണ് മംദാനിക്ക് വോട്ട് ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സംഗതി, ഫലസ്തീനിൽ ഗസയിൽ നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ നികുതി പണം കൊണ്ട് ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് വംശഹത്യയാണെന്ന്, കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് ഒരു നിലയ്ക്കും ഒരു നല്ല കാര്യമല്ലെന്ന് തിരിച്ചറിഞ്ഞ മനുഷ്യർ ഫലസ്തീൻ സ്റ്റേറ്റിനെ ഒരു സ്വതന്ത്ര സ്റ്റേറ്റായി അംഗീകരിക്കണമെന്ന് അമേരിക്കയിലെ സകല സർവേകളിലും ഭൂരിപക്ഷം ആളുകളും അഭിപ്രായപ്പെടുന്നു. അതിൻ്റെ പ്രതിഫലനം കൂടി ഇവിടെ ഉണ്ട്. ഒരാളെ അയാൾ മുസ്ലിമാണ് എന്ന പേര് പറഞ്ഞാൽ ഒറ്റ കാരണത്താൽ തോൽപ്പിക്കാൻ കഴിയുമെന്ന അതിമോഹത്തിന് തടയിട്ടിരിക്കുകയാണ് ന്യൂയോർക്കിലെ ജനങ്ങൾ. ലോകത്തെല്ലായിടത്തും ആ പദയാത്ര വരാനുണ്ട്. നമ്മളിപ്പോൾ ന്യൂയോർക്കിൽ അത് കണ്ടു തുടങ്ങുന്നു എന്നേ ഉള്ളൂ. എന്തായാലും മംദാനിയുടെ വിജയം കേവലം ഒരു സിറ്റിയിലെ ഒരു മേയറുടെ വിജയമല്ല. അതിനപ്പുറം ലോകത്തെ ഏറ്റവും വലിയ ശക്തി രാഷ്ട്രങ്ങളിലൊന്നായ അമേരിക്കയുടെ അകത്തുണ്ടാകുന്ന രാഷ്ട്രീയ മാറ്റങ്ങളുടെ വലിയ പ്രതിഫലനമായി നിശ്ചയമായും അതിനെ അടയാളപ്പെടുത്തേണ്ടതുണ്ട്.